നമ്മൾ വെളുപ്പിനെ എണീച്ചിട്ട് ഇനിയെല്ലാം സെറ്റാക്കാൻ പോവാണ്. ಬಾಯ್ಸ್ ಎಲ್ಲ ಆಲ್ಮೋಸ್ಟ್ ಇದೆ. ಪಿನ್ಲಾಕ್ ಆಮೇಲೆ ಮಾಡೋ ಬ್ರೋ, ಇವಾಗ ಕಸ್ಟಮರ್ ಅಲ್ಲಿ ಇದ್ದಾರೆ. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് തരാം ഗൈസ്. അങ്ങനെ നമ്മുടെ ബോയ്സ് ഒക്കെ എത്താണ് ഇന്നലെ ഓൾമോസ്റ്റ് 11:45 ആയി. പിന്നെ ഓരോരുത്തരായിട്ട് ഫ്രഷപ്പ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പോകുന്ന വഴി വെച്ചെങ്കിൽ ജോബ് ഫാൾസൊക്കെ ഇല്ല, പോകുന്ന വഴിക്ക് അതൊക്കെ കണ്ടിട്ട് പോകാമെന്നൊക്കെയാണ് പ്ലാന്. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ റെഡി ആയിട്ട് വണ്ടിയിൽ സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതെ POV എനിക്ക് ഷൂട്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റോപ്പിലൊക്കെ ഇതാക്കുമ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 5:30 ആയി. നമ്മുടെ ബോയ്സ് എല്ലാം ഓൾമോസ്റ്റ് സെറ്റാണ്. ലഗേജൊക്കെ കെട്ടി ഓൾമോസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് ഫുൾ സ്റ്റാർട്ട് ആക്കുകയാണ്. സോ ഞങ്ങൾ നേരെ ഫ്യൂൽ അടിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ നേരെ ഇവിടെയാണ്. സോ ഓൺ ദ വേ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഓൾമോസ്റ്റ് ഞങ്ങൾ 1 hour 2 ഒക്കെ ആകുമ്പോൾ അവിടെ റീച്ച് ആകും. സോ ഇതൊക്കെയാണ് സ്റ്റെപ്പ്. ഞങ്ങൾ പുറത്തായിട്ടല്ല അതെ ഇപ്പോൾ ഇറങ്ങുവാണ്. സോ ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴിക്കാൻ പറയാം. ഇപ്പോഴത്തെ വണ്ടി പിന്നെ ഒരാൾ അവിടെ നിന്ന് ജോയിൻ ആകും, മെൽവിൻ എന്ന് പറഞ്ഞിട്ടത് പ്രോ. പിന്നെ ഇതാണ്ട് എക്സ്പൾസ് ഒരു RS ഉണ്ട്. പിന്നെ നമ്മുടെ എക്സ്പൾസ് 200, പിന്നെ 2 ഹിമാലയൻ, പിന്നെ ഒരു എൻഫീൽഡ് കൂടി ഉണ്ട്. ഇതൊക്കെയാണ് അവിടെ ഫുള്ളും ടോട്ടൽ വണ്ടികൾ ഉണ്ട്. പോകുന്ന വഴിക്ക് ചില വണ്ടികളൊക്കെ ചെറുതായിട്ട് മോഡിഫൈ ആക്കി കിട്ടുന്നുണ്ട്. അത് ഇടയ്ക്ക് ഞാൻ ഫ്രീ ആകുമ്പോൾ ഇതൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. അങ്ങനെ നമ്മൾ ഫ്യൂൽ പമ്പിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഫ്യൂലൊക്കെ അടിച്ച് ബാക്കി 2 ബോയ്സ് ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് ലാസ്റ്റ് ടൈം ഞാൻ കാണിച്ചായിരുന്നു. ഇതിൽ കുറച്ചുകൂടെ മോഡിഫൈ ആക്കിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചെങ്കിൽ ഒരു എക്സ്ട്രാ 2 മിററൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ കാണാൻ. മറ്റേ അഡ്വഞ്ചർ മിറർ ഇതിങ്ങനെ ക്ലോസ് ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചാർജിങ് സെറ്റപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് അവൻ എക്സ്ട്രാ പിടിപ്പിച്ച കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ നമ്മുടെ ഹിമാലയനാണെങ്കിൽ എക്സോസ്റ്റ് മോഡിഫൈ ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കിട്ടോടാ പെട്രോൾ 104 അല്ല ലീറ്റർ. എൻ്റെ എക്സോസ്റ്റ് ഏതാടാ? പവർ റൈസ് അല്ലേ? പവർ റേജ് എക്സോസ്റ്റ് ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സൗണ്ട് കേൾപ്പിക്കാം. ഇതാണ് നമ്മുടെ എൻഫീൽഡ്. പിന്നെ വീണ്ടും ഒരു ഹിമാലയാണ്. പുള്ളിക്കാരൻ പുതിയ ഹെൽമെറ്റൊക്കെയാണ്, LS2. നല്ല അടിപൊളി ഹെൽമെറ്റാണ്. ഓൾമോസ്റ്റ് സെറ്റാണ് ഗൈസ് എല്ലാവരും. വണ്ടിയിലും ചെറുതായിട്ട് ടൈലൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. മറ്റേ ഇങ്ങനെ എഡിറ്റിങ്ങിന് മുറുകട് വരത്തില്ലേ എഡിച്ചിൽ, അത് ഞാൻ ചെറുതായിട്ട് കട്ടാക്കി. സോ അത്യാവശ്യം കുറച്ചുകൂടെ അടിപൊളി ലുക്കാണ് ഇപ്പോൾ നോക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഫ്യൂലൊക്കെ അടിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഹോട്ടലിൽ വണ്ടി നിർത്തി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡറാക്കി. കുറച്ച് പേര് റൈസ് ഓർഡറാക്കി, പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ദോശയൊക്കെ ഓർഡറാക്കി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓൺ ദി വേ തന്നെയാണ് ജോഗ് ഫാൾസ്. സോ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ഇട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിക്ക് റെസ്റ്റ് എടുത്തിട്ട് നേരെ നമ്മൾ ജോഗ് ഫാൾസിലേക്ക് വിട്ട്. അത് ഞങ്ങൾ ഇതിൻ്റെ ഓൺ ദി വേ തന്നെയാണ് ഈ ജോഗ് ഫാൾസ് ഇരിക്കുന്നത്. പിന്നെ ജോഗ് ഫാൾസിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി അങ്ങോട്ടേക്ക് വണ്ടി ഒന്നാലും അവിടെ ഉള്ളത്. സോ അവിടെ ജീപ്പൊക്കെ ഉണ്ട്, അവർ തന്നെ ഗൈഡൻസ് തരും അവിടെ ഒപ്പം തന്നെ പോകണമെന്ന്. സോ അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ജോഗ് ഫാൾസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ വന്നത് അവിടെ വീഡിയോ കാണിച്ചുള്ളത് ട്രാവലറിനാണ്. ഇവിടെ ചെറിയ ഫാൾസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ജോഗ് ഫാൾസ് കാണിക്കും. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ നമ്മുടെ ഗ്യാങ്ങൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബൈക്കൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് ബൈക്കൊന്നും നമ്മളോടല്ല. ഇവിടെ ബൈക്കൊക്കെ നമ്മളിവിടെ ഓൾറെഡി പാർക്ക് ആക്കണം. 2 വീലേഴ്സ് നമ്മളോടല്ല. സോ എന്തായാലും ഈ വണ്ടി തന്നെ വരണം താഴെ വരെ പോകണമെന്നുണ്ടെങ്കിൽ. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
എന്താ വെള്ളം നിറയ്ക്കുന്നു. ಬೆಸ್ಟ್ ಅದು ನಂದು ಹೆಂಗು ಖಾಲಿ ಆಗಿದೆ. ಹೋಗ್ತಾ ಇರೋದು ಮೊಬೈಲಲ್ಲಿ ಮಾಡಂಗಿಲ್ಲ ಅಂತ ಕಣ. ಹೌದಾ, ಯಾಕೆ ಇಷ್ಟ ಇರೋದ್ರ ಮಗಲ್ ನೀರು ಜಾಸ್ತಿ ಅಂತ ಹೌದಾ. അങ്ങനെ നമ്മൾ ചെറിയ വാട്ടർഫോളൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ആക്കി നല്ല രീതിക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ ജോഗ് ഫാൾസിലേക്ക് വിടാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അധികം വെള്ളമില്ല, പക്ഷെ അത്യാവശ്യം നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നില്ല, സോ അതും കൂടി കാണാതെ പോയി മോശമില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് വിട്ട് അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ആക്കിയിട്ട് പിന്നെ വീണ്ടും വണ്ടി തന്നെ കുറച്ച് അങ്ങോട്ടേക്ക് പോകണം. കോപ്പറേറ്റ് അടിക്കും. അങ്ങനെ നമ്മൾ ജോഗ് ഫാൾസിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി ജോഗ് ഫാൾസിൻ്റെ എന്ന് വെച്ചാൽ അടുത്തുനിന്ന് കുറച്ച് വ്യൂ കാണണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. സോ നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ട്. സ്റ്റെപ്സൊക്കെ ഇറങ്ങിയിട്ട് വേണം പോകാൻ. ഇപ്പോൾ ദൂരെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇതാണ് ഇപ്പോൾ ദൂരെ നിന്നുള്ള വ്യൂ. വെയിലായതുകൊണ്ട്, വേനൽക്കാലമായതുകൊണ്ട് അത്ര വെള്ളമില്ല. പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് കുറച്ച് ഇറക്കാനുണ്ട്. സെറ്റാക്കാം. അങ്ങനെ നമ്മൾ ജോഗ് ഫാൾസിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടുത്തെ മൊത്തം ഒരു വ്യൂ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇഷ്ടം നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. നീ ഏതാടാ നായേ? ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ നമ്മൾ ജോഗ് ഫാൾസ് കണ്ടിട്ട് വന്ന് ഇനി നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് നമ്മൾ ഡയറക്റ്റ് പോവാണ്. ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഹോം സ്റ്റേ. സോ അവിടെ പോയിട്ട് ബാക്കി കലാപരിപാടികളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ബാക്കി കലാപരിപാടികളൊക്കെ എന്തൊക്കെയാണ് ഞാൻ പിന്നെ ബാക്കി പറയാം. സോ നമ്മുടെ ബോയ്സ് എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഡയറക്റ്റ് ഓഫ് ടു കുട്ട. അങ്ങനെ ബ്രേക്കൊക്കെ എടുത്തിട്ട് ഇനി ഓൾമോസ്റ്റ് 50 കിലോമീറ്റേഴ്സ് കുമട്ടയിലേക്ക് എത്താറാകുമ്പോഴാണ് നമുക്ക് അടുത്തൊരു പണി കിട്ടിയത്. ചെറിയ പണി കിട്ടി ഗൈസ്. നമ്മുടെ പുറുവിൻ്റെ ടയർ പഞ്ചർ. മെക്കാനിക്കാണെങ്കിൽ അത് കുറച്ച് ദൂരം 1 hour കഴിഞ്ഞിട്ട് വരത്തുള്ളതാണ്. ഞങ്ങൾ ഏതോ ഒരു ഗ്രാമത്തിൽ പെട്ടിരിക്കുക. അത് ശരിയാക്കിയിട്ട് വേണം പോകാൻ. നമ്മുടെ റിസോർട്ടിലേക്ക് ഇനി ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഇത് സംഭവിച്ചത്. ചേട്ടാ നല്ല മച്ചാൻ വന്നിരിക്കുന്നു. വണ്ടി നമ്മൾ ഗ്യാരേജിലേക്ക് കയറ്റി. മച്ചായി ഫീൽ ಆಗ್ತುಂಟು ಪಂಚರಲ್ಲಾಗಿ. ಹೌದಾ? ಅದೇ ಮೇನ್ ಅಂತ ಗ್ರಿಪ್ ಬೇಕಲ್ಲ ಮೇನ್. ಆ ಕಾರ್ನರಿಂಗ್ ಎಲ್ಲ ಅಣ್ಣ ಫೇಮಸ್ ಆಗ್ತಾರೆ. ಕೊಡೆಕನಲ್ ಫೇಮಸ್, ಫುಲ್ ಫೇಮಸ್, ಎಲ್ಲೂ ಫೇಮಸ್. ಜೈ ಜೈ. ಎಲ್ಲಾದ್ರೂ ನೀ ಇರ್ತಿಲ್ಲ ಬ್ರೋ.
ಹಾಸನ. ಟೈಮಲ್ಲಿ ಹುಡ್ತಿದ್ದೇವೆ ನೋಡಮ್ಮ. ದೊಡ್ಡದಿದೆ ಇದೋಕೆ ನನಗೆ ಅವತ್ತು ಇಷ್ಟುದ್ದ ಹೊಡೆದಿದ್ದು ಬುಗ್ರಿ ಮಾಡೋಲ್ಲ. ಅದು ಫ್ರಂಟ್ ಟೈರ್ ಅಲ್ಲಿ ಒಂದು ಸೈಡ್ ಬಂತಿತ್ತು ಎಲ್ಲ ಬ್ಯಾಕ್ ಹೌದಾ? ಸೇಮ್ ಸ್ಪಾಟ್ ಅಲ್ಲಿ ಹಿಂಗೆ ಹೊಡೆದಿತ್ತು. ಅದು ಬುಗ್ರಿ ಬರುತ್ತೆ ಗೊತ್ತಾ, ಆಣಿ ಶುದ್ಧ ಅದು ಹೊಡೆದಿದೆ. ಅದು ರಿಂಗಿಂದ ಹೊಡೆದು ಒಳಗೋಗಿತ್ತು. ಗೈಸ್ ಹೇಳೋ ಫಿಕ್ಸ್ ಆಯ್ತು. ಗಾಳಿ ಹೊಡೆದು ಪ್ರತಿ ಸಲ ಹಲೋ ಬಂದಿರೋನು ಮತ್ ಬಂದಿಳಕಿಲ್ಲ ಬಂದಲ್ಲ ಟೂ ಕೋರ್ ಎಂ ಸಿ ಸಿಂಗಲ್ ಕೋರ್ ಎಂ ಸಿ ಆಗಿದೆ. ಲೋಡ್ ಜಗುಕ್ ನಾ ತಕ ಬಂದಿತ್ತು ಹಾಕೊಡಿ ಟೂ ಕೋರ್. ಅರೆ ರೇಟ್ ಎಷ್ಟು ಅಂತ ಹೇಳಿದ್ರೆ 780. 780 ಒಂದು ಕೆಲಸ ಮಾಡಿ, ನಾ ಇದು ಹಿಂಗೇ ಪ್ಯಾಕ್ ಮಾಡ್ತೆ, ನೀವು ತಗೊಬ್ರು ಕೊಡಿ, ನಂಗೆ 10 ರೂಪಾಯಿ ನಿಮಗೆ ಬೇಡ. ಒಂದು ಚೂರು ಬಂದ್ಬಿಟ್ಟು ಹೇಳಾದ್ರೆ ಫ್ರೀ ಮಾಡ್ಕೊಡ್ತೀರಿ. ಮೊಬೈಲ್ ಚಾರ್ಜ್ ಹಾಕಿದ್ದೀನಿ ಸ್ವಲ್ಪ ಆಗ್ಲೇ ಆಮೇಲೆ ಅಲ್ಲ 2 ನಿಮಿಷ ಆಗ್ಬಿಡುತ್ತೆ, ಎತ್ಕೊಂಡು ಹೋಗ್ಬಿಡ್ತೀನಿ. ಹಾಕಿ ಸುಮ್ಮನೆ ಹೇಳಿದೆ ಅಣ್ಣ, ಅಣ್ಣ ಸುಮ್ಮನೆ ಹೇಳಿದೆ ಹಾಕಿ. ಅಣ್ಣ ನೀವು ಒಳ್ಳೆ ಹ್ಯಾಂಡ್ಸಮ್ ಆಗಿದ್ದೀರಾ, ಅದಕ್ಕೆ ಅವ್ನು ಫುಲ್ ಬಿದ್ದಾಗ್ಬಿಟ್ಟವನೆ. ಅವ್ನು ಸ್ವಲ್ಪ ಹಂಗೆ ಸಲಿಂಗ ಕಮ್ಮಿ ಅವನು. ನೈಟಿಗೆ ಬೇಕಾದ್ರೆ ತಗೊಂಡವನೆ. ಅದೇ ಭಯ ನಂಗೆ, ಕೆಪಾಸಿಟಿ ಇದೆ. ഫൈനൽ എല്ലാം സെറ്റായി ഗൈസ്. ഇനി നമ്മൾ നേരെ സ്റ്റേയിലേക്ക് പോവാം. സമയം ഓൾമോസ്റ്റ് 3:22. നമ്മളൊന്നും കഴിച്ചത് പോലില്ല. സോ ഇനി പോയിട്ടെല്ലാം സെറ്റാക്കണം. ജയ് മഹിഷ്മതി. നമ്മൾ സ്റ്റേയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റേ, കുംട്ടയിൽ റൊദി റോക്ക് വില്ലേജിൽ നിന്ന്. അപ്പോൾ അവരെല്ലാവരും ഫ്രഷ് ആയി പോയിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്തിയപ്പോൾ ഒരു 5:11 ഞങ്ങൾ വണ്ടികളൊക്കെ ഇവിടെ പാർക്കാക്കി. തൊട്ട് ഓപ്പോസിറ്റ് നിന്ന് ബീച്ച്. പക്ഷേ വണ്ടികളൊന്നും ഇറക്കാൻ പറ്റത്തില്ല. പക്ഷേ അത്യാവശ്യം ബീച്ചിലൊക്കെ ഇറങ്ങാമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചൊന്നുമില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ പുറുകൊണ്ട് വണ്ടിയൊക്കെ പഞ്ചറായിട്ട് മൊത്തത്തിൽ സീനായിരുന്നു. സോ ഇതാണ് ആക്ച്വലി നമ്മളിവിടെ ഒരു 2 o'clock ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. പഞ്ചറൊക്കെ ആയിരുന്നു, പിന്നെ മെക്കാനിക്ക് വരാൻ വെയിറ്റ് ആക്കുന്നത് കൊണ്ടൊക്കെ കുറച്ച് ഡിലേ ആയി. അതാണ് മെൽവിൻ മച്ചാണ്. പുള്ളിക്കാരനും നമുക്ക് വേണ്ടി വെയിറ്റ് ആക്കിയിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കണം. മെൽവിൻ ഹായ്. ഹലോ ബ്രോ. എന്ത് സുന്ദരനാണ് നീ. അപ്പോൾ ഡോഗേഷ് വന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ. ലാസ്റ്റിലെ 2 മുറിയാണ് നമ്മുടെ റൂം നമ്മളെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു സ്റ്റേ ആണ്. പക്ഷെ ഓടിച്ചോടിച്ച് തളർന്ന വീസ്. സത്യം പറഞ്ഞെങ്കിൽ നല്ല വെയിലായിരുന്നു. അങ്ങനെ വെയിലത്ത് ഫുള്ള് ഓടിച്ച് വെച്ച് തളർന്ന് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കലാപരിപാടികൾ പിന്നെ പറയാനിരിക്കും. Bluetooth mode.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങി. അവിടെ ഫുട്ബോൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുട്ബോൾ കളിച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ നാളെയാണ് നമ്മളിനി മൊത്തം കറങ്ങാൻ പോകുന്നത്. സോ ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാമായിരിക്കും. അതുവരേക്കും ബൈ.